ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. സ്വന്തം വാഹനങ്ങളോടുള്ള വൈകാരിക ബന്ധമെന്നത് ഏതൊരാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. ആദ്യം സ്വന്തമാക്കിയ വാഹനം, നമ്മുടെ വേണ്ടപ്പെട്ടവർ സമ്മാനം നൽകിയത് തുടങ്ങിയ ചില കാരണങ്ങൾ കൊണ്ടാവാം ഇവ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത്. ചിലപ്പോൾ വാഹനം ഓടിക്കുന്നവരെക്കാൾ ഇതിനോട് ഇഷ്ടമുണ്ടാകുക വീട്ടിലുള്ളവർക്കായിരിക്കും. അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന വീഡിയോ കാണിച്ചു തരുന്നതും ഇത് തന്നെയാണ്. വീട്ടിലെ പഴയ Yamaha RX100 ബൈക്ക് അച്ഛൻ വിൽക്കാൻ പോകുകയാണെന്നറിഞ്ഞ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അച്ഛനെ ഈ വിൽപ്പന ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത്. Yamaha RX100 ബൈക്ക് കൊടുത്ത് ബുള്ളറ്റ് വാങ്ങാനുള്ള തീരുമാനത്തിലായിരുന്നു കുട്ടിയുടെ അച്ഛൻ. എന്നാൽ ഇത്രയും കാലം ഓടിച്ചു നടന്ന ബൈക്ക് എന്തിനാണ് കൊടുക്കുന്നതെന്നും പറഞ്ഞ് പെൺകുട്ടി കരയുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ. കാശ് കൊടുത്ത് ശരിയാക്കിയ ബൈക്ക് എന്തിനാണ് വിൽക്കുന്നതെന്ന് കുട്ടി ചോദിച്ചപ്പോൾ ഇത് കൊടുത്ത് ബുള്ളറ്റ് വാങ്ങാമെന്ന് അച്ഛൻ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. എന്നാൽ ഇതിന് കുട്ടി നൽകിയിരിക്കുന്ന വളരെ രസകരമായ മറുപടിയാണ്, ആ വൃത്തികെട്ട വണ്ടി വേണ്ട, എനിക്ക് ഈ വണ്ടി മതി എന്നാണ് കുട്ടി പറയുന്നത്. ഒരു കാലത്ത് യമഹയുടെ ഏറ്റവും ജനപ്രീതി ആകർഷിച്ച ബൈക്കായിരുന്നു RX100. 90കളിൽ ക്യാമ്പസുകളുടെ ജീവനായിരുന്നു RX100. ഇരമ്പിയാർക്കുന്ന ശബ്ദമുള്ള ഈ ബൈക്കിന് ഇന്നും ആരാധകർ ഏറെയാണ്. 98cc ശ്രേണിയിലുള്ള ഒറ്റ സിലിണ്ടർ എയർ കൂളിംഗ് എഞ്ചിനാണ് Yamaha RX100ലുള്ളത്. 10.84 bhp കരുത്തും 10.39 ടോർക്കും സൃഷ്ടിക്കാൻ ഇതിന് കഴിയും. 4 സ്പീഡാണ് ഗിയർ ബോക്സ്. 103 കിലോയാണ് ബൈക്കിന്റെ ഭാരം. ഇതുകൊണ്ട് തന്നെ പരമാവധി 120 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കാൻ ബൈക്കിന് കഴിയും. 1985ലാണ് RX100 വിപണിയിലെത്തുന്നത്. എന്നാൽ 1996ൽ മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ ഇന്ത്യയിൽ കർശനമായതോടെ 2 സ്റ്റോക്ക് എഞ്ചിനിലുള്ള ഈ ബൈക്കിന്റെ നിർമ്മാണം യമഹ നിർത്തി. എന്നാൽ കാലങ്ങൾ കടന്നുപോയിട്ടും RX100നോടുള്ള ഇഷ്ടം വാഹനപ്രേമികളിൽ മായാതെ കിടക്കുന്നുണ്ട് എന്നതിന്റെ ആക്കം കൂട്ടുന്ന വീഡിയോയാണിത്. ഏതായാലും സംഭവം വൈറലായതോടെ ബൈക്ക് വിൽക്കരുത്, കുട്ടിയെ വിഷമിപ്പിക്കരുതെന്നൊക്കെയുള്ള നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലടി, ഈ വണ്ടി കൊടുത്തേ പറ്റൂ, നിർത്തലാക്കിയെന്ന് പറയണേ. ഈ വണ്ടി നമുക്ക് എടുത്തിട്ട് വേറെ വണ്ടി വാങ്ങിക്കാം. വേറെ വണ്ടി വാങ്ങിക്കാന്ന്, നമുക്ക് വേറെ ബുള്ളറ്റ് വാങ്ങിക്കാന്ന്. അത് തന്നെ, നമുക്ക് ഈ വണ്ടി കൊടുത്തിട്ട് പുതിയ വണ്ടി വാങ്ങിക്കാം. വണ്ടി നിർത്തലാക്കിയെന്നാണ് പറയുന്നത്. അതെന്ത് ഈ വണ്ടി കൊടുക്കാൻ പറ്റാത്തത്? നിന്റെ വണ്ടി ആയോണ്ട്. അപ്പൊ പുതിയ വണ്ടി എടുക്കുമ്പോ അത് നീ എടുത്തോ? അതെന്ത് ഈ വണ്ടി കൊടുത്താ? പൈസ കൊടുത്തൊക്കെ ശരിയാക്കിയല്ലേ. ഓ തന്നെ. എന്നിട്ട് എന്തിനു കൊടുക്കണം? ഇത് കൊടുത്താല് ആ ശരിയാക്കിയ പൈസ എല്ലാം കിട്ടുമല്ലോ. പിന്നെന്ത്? കഷ്ടപ്പെട്ട അപ്പയും കൂടെ രാത്രി ഉറക്കമില്ലാതെ കിടന്ന് ശരിയാക്കിയല്ലേ. പിന്നെന്തിന്? കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. എന്തായാലും നമുക്ക് കൊടുത്തിട്ട് ബുള്ളറ്റ് വാങ്ങിക്കാം. വേണ്ട, വൃത്തിയിട്ട വണ്ടി വേണ്ട, വൃത്തിയിട്ട വണ്ടി വേണ്ട.